ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉള്ളി കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കഴിഞ്ഞ മെയ്യിൽ പിൻവലിച്ചെങ്കിലും ഒമാനിൽ ഉള്ളിവില കാര്യമായി കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ മുതലായിരുന്നു കേന്ദ്ര സർക്കാർ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത്. ഇതോടെ ഒമാനിൽ ഉള്ളിവില കുതിച്ചുയർന്നു. വില പിടിച്ചു നിർത്താൻ മറ്റ് 2 രാജ്യങ്ങളിൽ നിന്നുള്ള ഉള്ളി വിപണിയിലിറക്കിയെങ്കിലും കാര്യമായി ഫലം കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മെയ്യിൽ ഉള്ളി കയറ്റുമതി നിയന്ത്രണം എടുത്തു കളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി ഒമാൻ വിപണികളിലേക്കെത്തി. ഇന്ത്യൻ ഉള്ളി വിപണിയിലെത്തിയാലും വില വല്ലാതെ കുറയില്ലെന്ന് ഉള്ളി ഇറക്കുമതി മേഖലയിലുള്ളവർ സൂചിപ്പിച്ചിരുന്നു. അതേസമയം ഇപ്പോഴും 1 കിലോ ഉള്ളിക്ക് 450 പൈസക്കടുത്താണ് ഈടാക്കുന്നത്. ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. ഹോട്ടലുകളിലാണ് ഉള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകിട ഹോട്ടലുകൾക്കാണ് ഉള്ളിവില തിരിച്ചടിയാകുന്നത്. ഉള്ളി കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ 40% നികുതിയും മിനിമം കയറ്റുമതി വിലയും ചരക്ക് കൂലിയുടെ വർധനവുമാണ് ഉള്ളിവില വർദ്ധിക്കാൻ പ്രധാന കാരണം. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉള്ളിക്ക് 40% കയറ്റുമതി നികുതി ഏർപ്പെടുത്തിയത്. ഉള്ളി കയറ്റുമതി നിരോധനം പിൻവലിച്ചിട്ടും നികുതി ഒഴിവാക്കിയിട്ടില്ല. അതോടൊപ്പം 1 ടണ്ണിൻ്റെ മിനിമം കയറ്റുമതി വില $800 നിശ്ചയിച്ചും വില വർദ്ധിക്കാൻ കാരണമായി. പിന്നീട് മിനിമം കയറ്റുമതി വില $550 കുറച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒമാനിൽ 166 മുങ്ങിമരണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 48.7% കുറവുണ്ടായിട്ടുണ്ട്. 2022 324 മുങ്ങിമരണങ്ങളായിരുന്നു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം രാജ്യത്ത് ചൂട് വർദ്ധിച്ചതോടെ പലരും പ്രകൃതിദത്ത തടാകങ്ങളിലേക്ക് പോകുന്നത് കൂടിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ നീന്താനും മറ്റും എത്തുന്നവർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ജാഗ്രതയും പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും മറ്റ് വിദഗ്ധരും അഭ്യർത്ഥിച്ചു. കടലിലോ വാദിയിലോ കുട്ടികൾ നീന്തുമ്പോൾ അവരെ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും മാതാപിതാക്കൾ കുട്ടികളെ നീന്തൽ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അറിയിച്ചു. സുരക്ഷാ നടപടികളും കാലാവസ്ഥയും പരിശോധിക്കണം. വാദികളിൽ നീന്തുമ്പോൾ ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. ശരിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള പ്രശസ്തമായ ടൂറിസം കമ്പനികളിലൂടെ മാത്രം സാഹസിക യാത്രയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ആകാശ എയർലൈൻ UAE കൂടി സർവീസ് നടത്തുന്നു. ജൂലൈ 11 അബുദാബിയിൽ നിന്നും മുംബൈയിലേക്കാണ് ആദ്യ സർവീസ്. മുംബൈയിൽ നിന്നും വൈകിട്ട് 5:05 പുറപ്പെടുന്ന വിമാനം UAE സമയം വൈകിട്ട് 6:50 അബുദാബിയിലെത്തും. തിരിച്ച് രാത്രി 8:05 പുറപ്പെട്ട് അർദ്ധരാത്രി 1 മണിക്ക് മുംബൈയിലിറങ്ങും. ദുബൈ, ഷാർജ തുടങ്ങി UAE മറ്റ് എയർപോർട്ടുകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് സർവീസ് ആരംഭിക്കാനും ആകാശ എയർലൈൻസിന് പദ്ധതിയുണ്ട്. ആകാശ എയറിൻ്റെ 4ാമത്തെ രാജ്യാന്തര സർവീസായിരിക്കും അബുദാബിയിലേത്. ഖത്തറിലേക്കും ജിദ്ദയിലേക്കും റിയാദിലേക്കും നേരത്തെ സർവീസുകൾ ആരംഭിച്ചിരുന്നു. വേനലവധിക്കാലത്ത് ടിക്കറ്റ് നിരക്ക് വർധനവും ടിക്കറ്റ് ലഭ്യമല്ലാത്ത പ്രശ്നവും മൂലം നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത പ്രവാസി ഇന്ത്യക്കാർക്ക് ഈ പുതിയ സർവീസ് ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലും UAE പ്രാദേശിക കറൻസികളിൽ വിനിമയം നടത്താവുന്ന ജയ്വാൻ ഡെബിറ്റ് കാർഡുകൾ ഉടൻ ബാങ്കുകൾ വഴി ജനങ്ങളിലെത്തും. പ്രചാരത്തിലുള്ള 1 കോടി ഡെബിറ്റ് കാർഡുകൾക്ക് പകരമായി അടുത്ത 2.5 വർഷത്തിനകം ജയ്വാൻ കാർഡുകൾ ജനങ്ങളിലെത്തിക്കാനാണ് പദ്ധതി. ഇന്ത്യയുടെ റൂപേ കാർഡാണ് ജയ്വാൻ കാർഡുകൾക്ക് സാങ്കേതിക സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ജയ്വാൻ യാഥാർത്ഥ്യമാകുന്നതോടെ UAEക്കും സ്വന്തം ഡെബിറ്റ് കാർഡായി മാറും. നിലവിൽ രാജ്യാന്തര കമ്പനികളായ വിസയും മാസ്റ്ററുമാണ് UAE ബാങ്കുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. ഇന്ത്യയിൽ റൂപേ പോലെ UAE ജയ്വാൻ കാർഡുകൾ പ്രചാരത്തിലെത്തും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശന വേളയിൽ ആദ്യ ജയ്വാൻ കാർഡ് പുറത്തിറക്കിയിരുന്നു. ഇന്ത്യൻ പേയ്മെന്റ് സാങ്കേതിക സംവിധാനത്തിൽ ഒരുക്കിയ ജയ്വാൻ കാർഡിന്റെ ആദ്യ ഉടമ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആയിരുന്നു. ജയ്വാൻ ഡെബിറ്റ് കാർഡ് സ്വീകരിക്കാനും പണം പിൻവലിക്കാനും ATM ശൃംഖല സജ്ജമാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് UAE ബാങ്കുകളിൽ ഇപ്പോൾ ഒരുക്കുന്നത്. UAE ഫുജൈറയിൽ വീടിന് തീപിടിച്ച് 2 സ്വദേശി കുട്ടികൾ മരണപ്പെട്ടു. 8 വയസ്സുള്ള പെൺകുട്ടിയും 7 വയസ്സുള്ള ആൺകുട്ടിയുമാണ് മരിച്ചത്. 5 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. അൽതൂവ്യാനിലെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തം സംബന്ധിച്ച വിവരം സിവിൽ ഡിഫൻസ് ഓപ്പറേറ്റിംഗ് റൂമിന് ലഭിച്ചത്. ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ ദിബ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അഗ്നിബാധയുടെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഫുജൈറ സിവിൽ ഡിഫൻസ് മേധാവി ബ്രിഗേഡിയർ അലി ഉബൈദ് അൽ തുനൈജി അറിയിച്ചു. മ്യാൻമർ തായ്ലൻഡ് അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള യുവതി-യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള വ്യാജ റിക്രൂട്ട്മെന്റ് റാക്കറ്റിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനു മുമ്പ് 2022 ജൂലൈ 5, 2022 ഒക്ടോബർ 14, 2023 മാർച്ച് 28, 2023 സെപ്റ്റംബർ 13 എന്നീ തീയതികളിൽ നൽകിയ സമാന മുന്നറിയിപ്പുകളുടെ തുടർച്ചയാണിത്. മ്യാൻമർ തായ്ലൻഡ് അതിർത്തിയിലെ മ്യാവടി മേഖലയിൽ സജീവമായ അന്താരാഷ്ട്ര ക്രൈം സിൻഡിക്കേറ്റുകൾ വ്യാജ റിക്രൂട്ട്മെന്റ് വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യൻ പൗരന്മാരെ ഇരകളാക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഇന്ത്യയിൽ നിന്നും മലേഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം തായ്ലൻഡ് വഴി മ്യാവടിക്ക് തെക്ക് ഭാഗത്തുള്ള പാലു പ്രദേശത്തേക്ക് കടത്തിയ സംഭവങ്ങളാണ് ഈയടുത്ത് റിപ്പോർട്ട് ചെയ്തത്. മേൽ സൂചിപ്പിച്ച രാജ്യങ്ങളിലേക്ക് തൊഴിൽ കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവർ ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റിന്റെ ആധികാരികത ഉറപ്പാക്കേണ്ടതാണ്. സൗദി അറേബ്യയിൽ പുതുതായി എത്തുന്ന വീട്ടുജോലിക്കാരുടെ ശമ്പളം ഇനി പണമായി നൽകില്ല. ജൂലൈ 1 മുതൽ ശമ്പളം ഡിജിറ്റൽ വാലറ്റുകളിലൂടെ കൈമാറണമെന്നാണ് നിർദ്ദേശം. ശമ്പളം നൽകാത്ത കേസുകളിലടക്കം ഇനി തെളിവായി ഡിജിറ്റൽ ആപ്പിലെ രേഖ ഉപയോഗിക്കും. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. ഹൗസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്കാണ് ഈ നിയമം ബാധകമാവുക. ജൂലൈ 1 മുതൽ സൗദിയിലെത്തുന്ന തൊഴിലാളികൾക്കാണ് ഈ സൗകര്യം. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ ഡിജിറ്റൽ വാലറ്റുകളിലൂടെയോ ശമ്പളം നൽകാവുന്നതാണ്. നിലവിൽ അംഗീകൃത ഡിജിറ്റൽ വാലറ്റ് സൗകര്യം ലഭിക്കുന്ന നിരവധി ആപ്പുകൾ രാജ്യത്ത് ലഭ്യമാണ്. ആപ്പിലെ സാലറി ഐക്കൺ ഓപ്ഷൻ വഴിയാണ് ശമ്പളം നൽകേണ്ടത്. തൊഴിലാളികൾക്ക് മുൻകൂർ ശമ്പളം കൈമാറാനും അഡ്വാൻസ് പേയ്മെന്റ് നൽകാനും ഇത്തരം ആപ്പുകളോ ബാങ്ക് അക്കൗണ്ടോ ഉപയോഗിച്ചിരിക്കണം. തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങളും കടമകളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. റിക്രൂട്ട്മെന്റ് നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ പരാതികൾ പരിഹരിക്കുന്നതിനുമായി മുസന്നിദ് പ്ലാറ്റ്ഫോം സംവിധാനവും നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ദാഖിയ ഗവർണറേറ്റിലെ സമാഇൽ വിലായത്തിൽ ട്രക്കിന് തീപിടിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. പ്രധാന പാതയിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രക്കിന്റെ എഞ്ചിനിൽ നിന്നും തീ ഉയരുകയായിരുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഒമാനിൽ താപനില 50 ഡിഗ്രിയിലേക്ക്. ഹംറ അദ്രൂവ് പ്രദേശത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49.9 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. സുനൈന, ഫഹൂദ്, മക്ഷിൻ പ്രദേശങ്ങളിൽ 49.3 ഡിഗ്രിയും ഇബ്രിയിൽ 48.5 ഡിഗ്രിയും ഹൈമയും സമായിലും പ്രദേശങ്ങളിൽ 48.3 ഡിഗ്രിയും റുസ്താക്കിൽ 48.2 ഡിഗ്രിയും രേഖപ്പെടുത്തി.